Assalamu alaikum. Hi, my dear butterflies. How are you all? Hope you all are doing fine and safe at home. And it's me, your Farida ma'am, your English teacher. So welcome back to my English class. As usual, today also we can have the class with Dua for knowledge. So are you ready for it? Okay then. ربي يسر ولا تعسر وتمم بالخير وبك نستعين يا فتاه ربي زدني علما ربي زدني علما ربي زدني علما. Okay. Mashallah, we had finished vocabulary junction and phonics junction, and now we are moving for what? Grammar junction, of course. And in grammar junction today you have a simple and you have an easiest topic, and let me see what is it. So all of you please take your textbook, page number 88. Grammar junction. Conjunctions. കൺജങ്ഷൻസ് ഇതൊക്കെ എന്താ മിസ്സേ നമ്മൾ യു കെ ജി മുതൽ പഠിക്കുന്നതല്ലേ, മിസ്സിന് ഇപ്പോഴും ഇത് വിടാറായില്ലേ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. പക്ഷേങ്കിൽ നോക്കിക്കോളൂ, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കൺജങ്ഷൻസ് അല്ല. ദിസ് ടൈം യു ഹാവ് എ ഡിഫറെൻറ്റ് വൺ. എനിവേയ്സ്, കൺജങ്ഷൻസ് ആർ ജോയിനിങ് വേർഡ്സ്, ജോയിൻ ക്ലോസസ് ഓർ സെൻറ്റൻസസ്. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജോയിനിങ് വേർഡ്സ് ആണ് അല്ലേ? ദേ ആർ ജോയിനിങ് വേർഡ്സ് ആൻഡ് ദാറ്റ് ജോയിൻ ക്ലോസസ് ഓർ സെൻറ്റൻസസ്. ചിലപ്പോൾ രണ്ട് ക്ലോസുകൾ തമ്മിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് സെൻറ്റൻസ് തമ്മിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, റീക്യാപ്പ് ആണ് നമ്മൾ മുന്നേ പഠിച്ചത്. യു ഓൾറെഡി നോ അബൌട്ട് കൺജങ്ഷൻസ് ലൈക്ക് and, but, or, because, so, as, since, after, before, when and while. നിങ്ങൾ ഓൾറെഡി കുറേ കൺജങ്ഷൻ വേർഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണെന്നറിയോ? ആൻഡ്, ബട്ട്. നോക്കാം കൺജങ്ഷൻസ് ഏതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് നോക്കാം. ആൻഡ്, ബട്ട്, or, because, so, as, since, after, before, when and while. Okay, so these are the conjunctions that you have already studied in the previous classes. Now let us learn about a few more conjunctions. ഇത്രയും മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മതിയാവില്ല മക്കളെ. So today I am going to teach you much more about conjunctions. Till and until refer to a point in time. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ടിൽ, അതുപോലെ തന്നെ അൺടിൽ. ഓക്കെ, ടിൽ ആൻഡ് അൺടിൽ. അപ്പോൾ ടില്ലും അൺടില്ലും ഒക്കെ എങ്ങനെയാണ് നമ്മൾ വാക്കുകളിൽ സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യാൻ നോക്കാം. ജോർജി വർക്ക്ഡ് ടിൽ ദ സൺ വാസ് ഹൈ. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയുന്നത് ടിൽ ആൻഡ് അൺടിൽ റെഫർ ടു എ പോയിന്റ് ഇൻ ടൈം. ഒരു ടൈമിൻ്റെ നമ്മുടെ ഒരു ടൈം, ഒരു ആക്ഷൻ ഒരു ടൈമിൽ എടുക്കുന്നല്ലോ. അപ്പോൾ ആ ഒരു ടൈം ഏകദേശം ഇത്ര ടൈം വരെ, അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഒരു പോയിന്റ്, ഒരു പർട്ടിക്കുലർ പോയിന്റ്, അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഈ ടില്ല്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക പോയിന്റ് നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടില്ലും അൺടില്ലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ജോർജി വർക്ക്ഡ് ടിൽ ദ സൺ വാസ് ഹൈ. ഐ എം നോട്ട് അലൗഡ് ടു പ്ലേ അൺടിൽ ഐ ഫിനിഷ് മൈ work. Okay, so Georgie worked till എപ്പോ വരെ till the sun was high അല്ലേ? സൂര്യൻ അങ്ങ് ചെല്ലുന്നത് വരെ, മുകളിൽ നല്ല ഇതിൽ ചെല്ലുന്നത് വരെ. ഇനി അടുത്തതോ, I am not allowed to play until I finish my work. Okay, അപ്പോൾ നോക്കാം. ഐ എം നോട്ട് അലൗഡ് ടു പ്ലേ അൺടിൽ ഐ ഫിനിഷ് മൈ വർക്ക്. എൻ്റെ വർക്ക് കഴിയുന്നത് വരെ കളിക്കാൻ എനിക്ക് അനുവാദമില്ല. ഓക്കെ, സോ ഐ എം നോട്ട് അലൗഡ് ടു പ്ലേ അൺടിൽ ഐ ഫിനിഷ് മൈ വർക്ക്. എൻ്റെ വർക്ക് കഴിയുന്നത് വരെ എനിക്ക് കളിക്കാൻ അനുവാദമില്ല. ടേൺ ദ പേജ്. ഇനി അടുത്തത് വേറെ കൺജങ്ഷനാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ദോ ആൻഡ് ഓൾ ദോ. ഇത് രണ്ടും കോൺട്രാസ്റ്റ് കാര്യങ്ങളാണ് അല്ലേ? ദോ ആൻഡ് ഓൾ ദോ. ഇതിപ്പോൾ ടിൽ ആൻഡ് അൺടിൽ ആണ്. നൗ വി ആർ മൂവിങ് ടു ദോ ആൻഡ് ഓൾ ദോ. ദോ എന്താണെന്ന് നോക്കാം, അതുപോലെ ഓൾ ദോ. അപ്പോൾ നോക്കിക്കേ, ദോ ഹി വാണ്ടഡ് ഫയർവുഡ്, ദോ ഹി wanted firewood, though he wanted firewood,
he could only collect some sticks and twigs. Next one, although my mother was angry, she could not stop laughing at my joke. Okay, so though and although. അടുത്ത conjunction ആണ് in the though and although. First sentence, though വെച്ചിട്ടാണ് first sentence. Though he wanted firewood, he could only collect some sticks and twigs. ശരിക്കും പറഞ്ഞാൽ അവന് നല്ല രീതിയിൽ വിറക് വേണമായിരുന്നു, പക്ഷേ അവന് എന്തേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഹി കുഡ് കളക്ട് ഓൺലി സം സ്റ്റിക്സ് ആൻഡ് ട്വിഗ്സ്. കുറച്ച് ചുള്ളിക്കമ്പും കുറച്ച് കുഞ്ഞു വടികളും മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, although my mother was angry, she could not stop laughing at my joke. എൻ്റെ അമ്മ നല്ല ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നെങ്കിലും എൻ്റെ തമാശ കേട്ടിട്ട് ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല, ചിരി നിർത്താൻ പറ്റിയില്ല. അപ്പോൾ രണ്ടിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഉൾട്ടയാണ്. ദോ ആൻഡ് ഓൾദോ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? ദോ ഹി വോണ്ടഡ് ഫയർവുഡ്, അവനത് വേണമായിരുന്നെങ്കിലും അവൻ ഇത്രേ കിട്ടിയുള്ളൂ. ഇവിടെയാ ഓൾറെഡി അമ്മ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു, പക്ഷേ എൻ്റെ തമാശ കേട്ടിട്ട് എന്താക്കാൻ പറ്റിയില്ല? ചിരി നിർത്താൻ പറ്റില്ല അല്ലേ? ഓൾദോ മൈ മദർ വാസ് ആംഗ്രി, ഷീ കുഡ് നോട്ട് സ്റ്റോപ്പ് ലാഫിങ് അറ്റ് മൈ ജോക്ക്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് conjunction. നോക്കാം അതെന്തെന്നാണെന്ന്. അതെന്തെന്നാ? ഇഫ് ആൻഡ് അൺലെസ്. ഇതൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടതാണ് മക്കളെ, അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, കളി വിചാരിക്കേണ്ട. സോ ദീസ് ആർ ദ റൂൾസ്. ടുഡേ ഐ എം teaching you the rules regarding the usage of these kinds of conjunctions. So please listen. First one, if I work hard, I will get good marks. Next one, unless I work hard, I will not get good marks. Okay, ഇത് നോക്കാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ഇഫ് ചേർത്തിട്ടാണ്. ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടിയേക്കും. അടുത്തതോ, അൺലെസ് ഐ വർക്ക് ഹാർഡ്, ഞാൻ നന്നായി വർക്ക് ചെയ്തില്ല എങ്കിൽ ഐ വിൽ നോട്ട് ഗെറ്റ് ഗുഡ് മാർക്സ്, എനിക്ക് നല്ല മാർക്ക് കിട്ടില്ല. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഫസ്റ്റിൽ എന്താണ്? ഇഫ് ഐ വർക്ക് ഹാർഡ്, ഞാൻ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്, ഞാൻ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല മാർക്സ് കിട്ടിയേക്കും. ഇവിടെയോ, ഞാൻ നന്നായി വർക്ക് ചെയ്തില്ല എങ്കിൽ, അൺലെസ് ഐ വർക്ക്, അൺലെസ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് മീനിങ് ആണ്. അൺലെസ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ നോട്ട് ഗെറ്റ് ഗുഡ് മാർക്സ്, എനിക്ക് ഗുഡ് മാർക്സ് കിട്ടിയേക്കില്ല. മനസ്സിലായോ? സോ ദീസ് ആർ ദ 3 things that I would like to teach you today, and I hope you understood the topic also. So now what you have to do, you have to do the 2 exercises. First one, fill in the blanks with the correct conjunctions given in the box. In the box you can find unless, until, but, after, or, before, although, when, so, while. Then in the second one, complete the story by filling in the blanks with the conjunctions given in the box. You may use a conjunction more than once. അവിടെ and, so, although, though, unless, till, until, since ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കുറേ സെൻറ്റൻസസ് ഉണ്ട്, അതിൽ കൺജങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ കറക്റ്റ് കൺജങ്ഷൻസ് യു ഹാവ് ടു യൂസ്. എന്നിട്ട് ആ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ഈസി, നോ? ആൻസേഴ്സ് ആർ ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. നൗ യു ജസ്റ്റ് വോണ്ട് ടു ചൂസ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. പിന്നെയോ അടുത്തതൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഒരു ബോക്സ് തന്നിട്ടുണ്ട്,
ആ ബോക്സിൽ കുറച്ച് കൺജങ്ഷൻ തന്നിട്ടുണ്ട്, അതുപയോഗിച്ചിട്ട് ആ സ്റ്റോറി ഫില്ല് ചെയ്യുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരേ കൺജങ്ഷൻ പല തവണ വന്നു എന്നിരിക്കും. ഓക്കെ, ദെയർ വിൽ ബി continuous usage of the same conjunction in the different places of this story, but don't hesitate to use it. അത് നിങ്ങൾ ഇനിയിപ്പം ഇത് കൺജങ്ഷൻ ഇവിടെ യൂസ് ചെയ്തതാണല്ലോ, ഇനി ഇവിടെയും വരൂ എന്ന് വിചാരിക്കരുത്. കൺജങ്ഷൻ എവിടെ ആവശ്യമുണ്ടോ യു ഹാവ് ടു യൂസ് ഇറ്റ്. ഇഫ് ദാറ്റ് പർട്ടിക്കുലർ കൺജങ്ഷൻ ഇസ് നീഡഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ്, യു മസ്റ്റ് യൂസ് ദാറ്റ് വേർഡ്. നിങ്ങൾക്ക് ആ കൺജങ്ഷൻ ആ പ്ലേസിൽ വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് എക്സസൈസ് ആൻഡ് സെക്കൻഡ് എക്സസൈസ്, both the two exercise you have to do as an assignment. Inshallah, I'll send the answers through WhatsApp. So alhamdulillah, we have finished our portion. So inshallah, so lesson 5, 7 and 8 are the 3 lessons that you need to study for the examination, which will be conducting in December. So inshallah, I think this is easy for you. 3 lessons I have completed, mashallah. So learn very well. Okay, we can meet in the next class in the next video inshallah. Till then, you take care. Assalamu alaikum.